അപ്പോൾ എൻ്റെ പേര് ലിജോ എന്നാണ്. ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ഇത് ലിജോ ബ്ലോഗ്സ് എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ആൻഡമാനിലുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യണമെന്നാണ് താല്പര്യം. ആൻഡമാനിൽ ടൂറിസ്റ്റ് കാണിക്കാത്ത ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ചിടിയാട്ടാപ്പു എന്നൊരു സ്ഥലത്തിൻ്റെ അകത്തായിട്ടായിരിക്കും വരുന്നത്, ബയോളജിക്കൽ പാർക്ക്. ഇത്തരം ബസ്സിൽ വരാൻ നേരം നമുക്ക് മഴയായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല വീഡിയോസ്. അപ്പോൾ ബസ്സിൽ വന്നപ്പോൾ പരിചയപ്പെട്ട ആളാണിത്. അപ്പോൾ നാമ്പത്ത മനീഷ് എന്നാണ് ഇവൻ്റെ പേര്. അങ്ങനെ ഇവൻ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്, ബസ്സിൽ ഇരുന്ന് തന്നെ പരിചയപ്പെട്ടതാണ്. ഇവൻ യു പി സായാണ്. അപ്പോൾ ഇവൻ യു പിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ 12-ാം തീയതി പോവും. അപ്പോൾ ഞങ്ങളങ്ങ് ഫ്രണ്ട്സായി അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് വില എന്ന് പറയുമ്പം 20 രൂപയാണ് ഒരു ടിക്കറ്റിന്. ഞങ്ങളെ രണ്ടുപേർക്കും കൂടെ 40 രൂപയായി. ഇതിൻ്റെ ഇത് റെപ്റ്റൈൽ സോൺ എന്ന് പറയും. റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പല്ലികൾ, പിന്നെ അതായത് മോണിറ്റർ ലിസാർഡ്, ക്രോക്കഡൈൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ കാണാമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഒരെണ്ണം കണ്ടു ഗൈസ്. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. അപ്പോൾ ഇത് വെളി വരാതിരിക്കാൻ വേണ്ടി ഫെൻസ് കെട്ടിയിട്ടുണ്ട് 4 വശവും. അപ്പോൾ നമുക്ക് സേഫ്റ്റിയാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഷെഡ് ഇവിടെ കെട്ടിയിട്ടുണ്ട്, അതായത് നമുക്ക് ജസ്റ്റ് കയറി നിന്ന് നോക്കാൻ രീതിയിൽ. അപ്പോൾ ആശാ ഫോട്ടോ ഒക്കെ എടുക്കാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷെഡ് നമുക്ക്, അതായത് നല്ല ഹൈറ്റിലാണ് ഷെഡ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോന്ന് കാണാൻ കഴിച്ചു. ഇത് ബ്ലാക്ക് ചുക്ലം എന്ന് പറയും. പാനിക്ക ഗോഹ് എന്ന് എഴുതിയിട്ടുള്ള ഹിന്ദിയിൽ. അത് തന്നെയാണ് ഗൈസ്. ഇതാ ഇവിടെ ഇറങ്ങി കിടക്കുന്നുണ്ട്. അവിടെ ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ അപ്പോൾ ഇത് 3ാമത്തെ സെക്ഷനാണ്. ഇതിനകത്ത് ഇതാണ് മോണിറ്റർ ലിസാർഡ്. അച്ഛാ ജഹർ ഒക്കെ. അപ്പോൾ ഇതിനകത്ത് വിഷം കാണത്തില്ലെന്നാണ് ഇവൻ പറയുന്നത്. ഉദർ ഹൈ ക്യാ കുച്ച് देखने के लिए? ആ ഇപ്പോൾ ഞാൻ വിയർത്തൊഴുകുന്ന കണ്ടിട്ട് ഗൈസ്, വിയർത്തൊഴുകുകയാണ്. ഇപ്പോൾ ഫുള്ള് ഭയങ്കര ചൂടാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ. മഴ പെയ്താലും നല്ല ചൂടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ മുമ്പ് കാണിച്ച മാതിരി ഇതുമാതിരി വലിയ വലിയ മരങ്ങളെ കാണാം. അതായത് ഫുള്ള് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുക. ഇതിൽ നിന്നൊരു കഷ്ണം തടി പോലും ആരും പിച്ചാനോ ഒന്നിനും അധികാരമില്ല. അപ്പോൾ ഇപ്പം നമ്മളൊരു കാട്ടിനകത്ത് പെട്ട ആവാണ്ടിയ അവസ്ഥയാണ് ഗൈസ്. അതുകൊണ്ട് ഇത് ഇനിയും ഫ്രണ്ടിലോട്ട് പോകാം. ചലോ ഇവിടെ ഒരു ചെറിയ ബോർഡ്, ലുക്ക് ഫോർ നേച്ചർ, ലുക്ക് ഫോർ ബട്ടർഫ്ലൈസ്, ലുക്ക് ഫോർ ബേർഡ്സ്, ലുക്ക് ഫോർ പ്ലാന്റ് ബയോഡൈവേഴ്സിറ്റി. ഇവിടെ മാക്സിമം ഇവിടെ ബയോഡൈവേഴ്സിറ്റി എങ്ങനെ പ്രിസർവ് ചെയ്യാം അതിനെക്കുറിച്ചാണ് ഇവിടെ മാക്സിമം. ആൻഡമാനിൽ ഇപ്പോൾ എവിടെ പോയാലും നമ്മൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ അടുത്തൊരു ബോർഡ്, ഇവിടെ ഈ മരത്തിൻ്റെ കുറിച്ചാണ്. ജിങ്കാം എന്ന് പറയും. നല്ല ഹൈറ്റാണ് ഗൈസ് ഇത്. ഇവിടെ വേറെ റെഡ് ബോംബെ അല്ല കേട്ടോ, റെഡ് ബോംബെ എന്നൊരു സംഭവം കാണാം. ഇതും ഒരു മരമാണ്. അപ്പോൾ നമ്മൾ നടന്ന് വേറൊരു സ്ഥലത്തിലേക്ക് എത്തി. അപ്പോൾ ഒരു മിനിറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അതായത് അവിടെ ഒരു ചെറിയ വീട് മാതിരിയുണ്ട്. അത് അവർ താമസിക്കുന്നതാണോ അതോ സ്റ്റോർ റൂമാണോ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് ചെന്നാൽ
ഇതിനകത്ത് ഈ ഒരു സ്റ്റെപ്പ് കയറി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ജീനസ് മക്കാക്ക എന്ന് പറയും, ഓർ ക്രാബ് ഈറ്റിംഗ് മക്കാക്ക. അതായത് നമ്മുടെ ക്രാബിനെ തിന്നുന്നതാണെന്നാണ് പേരുള്ളത്, പക്ഷെ അത് സത്യത്തിൽ തിന്നുമോയെന്ന് അറിയത്തില്ല. The Nicobar long-tailed macaque is only one known primate species found in Nicobar group of islands. This species was recorded in 1902 by Miller. അപ്പോൾ ഇത് നിക്കോബാർ ഐലൻഡ്, അതായത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നിക്കോബാർ ഐലൻഡിൽ മാത്രം കണ്ടുവരുന്ന മെക്കാക്കാണ്, ഒരു മങ്കിയുടെ സ്പീഷീസ് എന്ന് പറയാം. കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ അതാ ഇവിടെ ഈ ഒരു മരം മാത്രം കറുത്തിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നോക്കിയാൽ ബാക്കിയെല്ലാം ഇവിടെ നോർമൽ മരങ്ങളാണ്. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ തടി മാത്രം കറുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ ശ്രദ്ധിച്ചാൽ കാലാലക്കടി എന്നാണ് എഴുതിയിരിക്കുന്നത്. കാലാലക്കടി എന്ന് പറഞ്ഞാൽ കറുത്ത തടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് കറുത്ത തടി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവർ. അതായത് പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. ഒരു പ്ലാസ്റ്റിക് പോലും നമുക്ക് കാണാൻ പറ്റില്ല, ഒരു കവർ പോലും ഒന്നും കാണാൻ പറ്റില്ല നമുക്കിവിടെ. അപ്പോൾ നമ്മൾ ആൻഡമാനിൽ കാണുന്ന വെച്ച് ഏറ്റവും നല്ല വുഡാണെന്ന് പറയപ്പെട്ട ഒരു വുഡാണിത്, ഒരു തടി. അതായത് ഈ തടിയുടെ പേര് പടാക്ക് എന്ന് പറയുന്നത്. പടാക്ക്, PADAUK. ലോക്കൽ നെയിം വന്നിട്ട് ആൻഡമാൻ റെഡ് വുഡ് എന്ന് പറയും. ഇത് നമ്മൾ സെപ്പറേറ്റ് ആക്കി അവർ, അതായത് വേറൊരു സ്ഥലത്ത് അവരിങ്ങനെ വെച്ചേക്കാണ് ഇതിന്. ഇതെന്ന് പറയുന്നത് ഗ്രീൻ ഇംപീരിയൽ പീജൻ എന്ന് പറയും. ഏറ്റവും രസകരം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള തടികളിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒറിജിനൽ തടിയാണിത്, ഒരു പോളിഷ് ഇട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഇംപീരിയൽ പീജൻ. അപ്പോൾ താഴെ ഒരെണ്ണം ഇരിപ്പുണ്ട്, താഴെ. അപ്പോൾ ഇത് നിക്കോബാർ പീജൻ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് നിക്കോബാർ പീജൻസ് അവിടെ റെഡ് കളറുടെ, റെഡ് അല്ല ബ്ലൂ, ഗ്രീൻ കളറുള്ളത് കാണാൻ പറ്റുന്നു. ഇതാണ് നിക്കോബാർ പീജൻ. ഇത് ലോകത്തിൽ വേറെ എങ്ങും കാണാൻ പറ്റത്തില്ല, നിക്കോബാർ ഐലൻഡ്സിലാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് വേണ്ടി അവരിവിടെ കൊണ്ടുവച്ചു. ഇവിടെ 2 ഉണ്ട്, 2 അല്ല 3 ഉണ്ട്. ഇതിൽ ചെറിയ കുറച്ച്, അതായത് ഒരു 4-5 കേജുണ്ട്. 4-5 കേജിനകത്ത് 2-3 ആ കേജേ ഉള്ളൂ ഫീൽഡായിട്ട്, ബാക്കിയെല്ലാം എംപ്റ്റി ആണ്. അപ്പോൾ ഇതിലെ കൂടെ ഫുള്ള് നമ്മളിപ്പം ഏതെങ്കിലും ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ശബ്ദം? ആ ശബ്ദമാണ്, അതായത് വെള്ളത്തിൻ്റെ ശബ്ദം, തോട് മരിച്ചത്, ഇങ്ങനെ വെള്ളം പോകുന്നു, കിളികളുടെ ശബ്ദം, ബട്ടർഫ്ലൈ. അങ്ങനെ നമ്മൾ, അതായത് ട്രാഫിക് ഇല്ലാത്തൊരു സ്ഥലമെന്ന് പറയാം. അതായത് ഒരു കാറിൻ്റെ ഒരു ഹോണോ അങ്ങനെ ഒന്നും നമുക്കിവിടെ കേൾക്കാൻ പറ്റത്തില്ല. ഫുള്ള് എൻ്റെ ഫോണിൻ്റെ റേഞ്ച് വരെ ഇവിടെ പോയി. അങ്ങനെ ഫുള്ള് നമ്മൾ സൈഡാണ്. ഈ ഒരു മരം നല്ല രസമുണ്ട് കാണാൻ. ഈ മരമാണ് ടിക്ടോക്ക് എന്ന് പറയും. ടിക്ടോക്ക്. അപ്പോൾ ഇതിൻ്റെ വേരുകൾ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേരാണ് രസമുള്ളത് കാണാൻ. ടിക്ടോക്ക് എന്ന് പറയും. ഞാൻ ആദ്യം മുമ്പേ കേട്ടിട്ടില്ല എനിക്ക്. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഇവിടെ നമുക്ക് പിഗ്സിനെ കാണാം. സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നു. ഇത് ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. അണ്ടമാനി ജംഗ്ലി സുവർ എന്നാണ്.
അതായത് കാട്ടുപന്നിയാണിത്. അപ്പോൾ ആൻഡമാനിലെ കാട്ടുപന്നിയാണിത്. ഇനി ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഇനി ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ എക്സിറ്റ് വഴിയിലേക്ക് പോകാൻ നോക്കാം. നമ്മൾ വന്ന വഴിയാണ് തോന്നുന്നത്. അപ്പോൾ എക്സിറ്റിലേക്ക് പോയിട്ട് ഇവന് ബീച്ചിലേക്കൊക്കെ പോകണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് ബീച്ചിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. നമ്മൾ ചിലപ്പോൾ ഇവിടുത്തെ ഇത് മെയിനായിട്ട് ചിടിയാട്ടാപ്പൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ചിടിയാട്ടാപ്പൂന്ന് ബീച്ചുണ്ട്. അതിന് 2 ബീച്ചുണ്ട്. 2 ബീച്ച് കാണാൻ പറ്റും. നോക്കട്ടെ, ടൈം ഉണ്ടെങ്കിൽ. പിന്നെ കാലാവസ്ഥ ഇവിടുത്തെ പറയാൻ പറ്റത്തില്ല നമുക്ക്, എപ്പോഴാണ് മഴ വരുന്നത്. കാറ്റൊക്കെ നല്ലതായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് സൗത്ത് ആൻഡമാനിലെ ഏറ്റവും ലാസ്റ്റ് ഏരിയ ആണ് ഇത്, ചിടിയാട്ടാപ്പൂ എന്ന് പറയുന്നത്. ഞങ്ങൾ സൗത്ത് ആൻഡമാനിലാണ് താമസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീട് കാലിക്കറ്റിലാണ്. അപ്പോൾ സൗത്ത് ആൻഡമാനിന് ഞങ്ങളുടെ വീട് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. കുറച്ചുകൂടെ ക്രോസ് ചെയ്ത് ബാക്കിലോട്ട് വരണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് സൗത്ത് ആൻഡമാൻ്റെ ഏറ്റവും ലാസ്റ്റ് ഏരിയയിലേക്ക് എത്തി. ഇനി നമ്മൾ ഇറങ്ങിയ സ്ഥലത്തു നിന്ന് തന്നെ ബസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ ചെറിയ അതായത് ഫുൾ മലയാളം എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ പാരൻസായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. പിന്നെ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ മലയാളം അത്രയ്ക്ക് സ്ഫുടതയല്ല. എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ അടുത്തത് നമുക്ക് ഇവിടെ ചിടിയാട്ടാപ്പൂ ബീച്ചിൽ നമുക്ക് പോയി നോക്കാം സമയമുണ്ടെങ്കിൽ. അതിന് മുന്നേ എന്തെങ്കിലും കുടിക്കണം, നല്ല ദാഹമുണ്ട്. പിന്നെ എൻ്റെ ചാനലിൻ്റെ പേരാണ് ലിജോ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടും. അതായത് നമ്മൾ വലിയ സ്ഥലത്തിലേക്ക് പിന്നെ പോകണം. നമുക്ക് ആൻഡമാനിലുള്ള ചെറിയ സ്ഥലം ഫസ്റ്റ് നമുക്ക് കവർ ചെയ്യാം. ചെറിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് പറഞ്ഞാൽ അതായത് ടൂറിസ്റ്റ് അധികം വരാത്തതും, പക്ഷേ അത് കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വണ്ടിയാണ് ഇവിടെ. ഇതിന് എത്ര ഫെയർ എന്നറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ചോദിച്ചു നോക്കാം. പൈസ കിട്ടുന്ന ഫെയർ കിട്ടുന്ന പെർ പേഴ്സൺ 20 രൂപീസ്. അപ്പോൾ ഒരാൾക്ക് 20 രൂപയെന്നാണ് പറയുന്നത്. അപ്പോൾ ലാഭമാണ്. ഇപ്പോൾ ഫാമിലിയോടെ 4 പേര് വന്നാൽ 80 രൂപയ്ക്ക് നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കും. എന്നിട്ട് അവർ ജസ്റ്റ് ഷൂട്ട് ചെയ്യും, എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തിട്ട് വണ്ടി കയറും. പിന്നെ അവർ ജസ്റ്റ് തിരിച്ചു പോവുക. അത് ഇങ്ങനെയുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് വ്ളോഗിങ് ചെയ്യണമെങ്കിൽ ഇറങ്ങി നടന്നേ പറ്റൂ. ഇങ്ങനെ വണ്ടിയിലിരുന്നാൽ വ്ളോഗിങ് നടക്കത്തില്ല. അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തില്ല. 20 രൂപയ്ക്ക് നല്ല ലാഭമാണ്. 20 രൂപ എന്ന് പറയുമ്പോൾ ഇത്രയും നടന്നത് എന്തായാലും ലാഭമാണ്. 20 രൂപയ്ക്ക് നമുക്ക് മൊത്തം ചുറ്റി കാണിക്കും അവർ. അപ്പോൾ നമ്മൾ സത്യത്തിൽ എൻട്രൻസിലേക്ക് വന്ന് നടന്നു പോവുക. ഇനി നമ്മൾ എക്സിറ്റ് ആവുക വെളിയിലോട്ട്. എക്സിറ്റും എൻട്രൻസും എല്ലാം ഒരേ ഇടത്തുനിന്ന്. അപ്പോൾ എക്സിറ്റ് ആവാൻ പോവുക. ഇനിയിപ്പോൾ ബാഗ് എടുക്കണം. കുച്ച് നീ ബാഗ് ലൈനാണ് ബാഗ് എടുക്കണം, തിരിച്ചു പോകണം. എന്തെങ്കിലും ഫുഡ് വല്ലതും ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് പോയിട്ട് ബാഗ് എടുക്കാം. ഇനി അത് കൂട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു അറകളൊക്കെ കിട്ടും നമുക്ക് ബാഗുകൾ വെക്കാൻ. ബാഗ് എടുക്കാം. ബാഗ് എടുത്ത് കഴിയുമ്പോൾ ഇതായിരുന്നു നമ്മുടെ എൻട്രൻസിൻ്റെ അകത്ത് കയറിയത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മളിവിടെ 25 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കാം. എന്നിട്ട് ഇത് ബയോളജിക്കൽ പാർക്കിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ്. കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണിത്. പിന്നെ ഇത് ഇനോഗ്രേഷൻ ചെയ്തത് ലഫ്റ്റനൻറ്റ് ഗവർണർ ഭൂപീന്ദർ സിംഗ്. റോഡ് ഫ്രണ്ടിലോട്ടുള്ളത് ബീച്ചിലേക്കും പിന്നെ അങ്ങനെയുള്ള ഓരോ ആണ് ഇനി ഉള്ളത് അങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ ബയോളജിക്കൽ പാർക്കിൽ നിന്ന് ഇറങ്ങി ഇത്രയും നാൾ ഞാൻ ആൻഡമാനിൽ താമസിച്ചിട്ട് എനിക്കൊരു വ്ളോഗ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അതായത് നമ്മൾ ഇത്രയും നാൾ ആൻഡമാൻ താമസിച്ചിട്ട് ഞാൻ ഒരു വ്ളോഗ് പോലും ചെയ്തു. ഇവിടുത്തെ ഫസ്റ്റ് വ്ളോഗാണ്.
അപ്പോൾ ഇത്ര മനോഹരമായ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ വ്ളോഗ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിമിഷമാണ്. ഞങ്ങൾ ആദ്യത്തെ വ്ളോഗാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നാൽ നല്ലതായിരിക്കും. നല്ല നല്ല രസമുണ്ട്, നല്ല ബീച്ചുകളുണ്ട്, നല്ല കാര്യങ്ങൾ. നമ്മൾ അതിൻ്റെ ഇന്ത്യയിൽ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. മനോഹരമായ ഒരു കാഴ്ചയാണ് നോക്കി. അതായത് മരങ്ങൾ അവിടെ ഉണ്ട്. ഇവിടെ പനിയെ പേടിപ്പിക്കുക. അതായത് മരങ്ങളും ഉണ്ട്, വെള്ളത്തിൻ്റെ നടുക്കാണ് മരങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ സുനാമി അടിച്ചപ്പോൾ പോയതാവാം, ഡൗട്ടുണ്ട്. സുനാമി അടിച്ചപ്പോൾ പോയ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം. അത് വേറൊരു സ്ഥലത്താണ്, ഇവിടെ ഒന്നുമല്ല, വേറൊരു സ്ഥലത്ത് സെപ്പറേറ്റ് പോകണം. അപ്പോൾ അവിടെ ഇപ്പോഴും വീടുകൾ നമ്മൾ ഇടിഞ്ഞ് കിടക്കുന്ന വീടുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മുണ്ടാപ്പാട് ബീച്ചിലെത്തി. ഇത് മുണ്ടാപ്പാട് അല്ലെങ്കിൽ നമ്മുടെ ചെടിയാട്ടാപ്പൂ ബീച്ച് എന്നൊക്കെ പറയാം. അപ്പോൾ ഒത്തിരി നടന്നു വന്ന് ഞങ്ങൾ 1/2 hour എങ്കിലും നടന്നു. അതും കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ. എല്ലാവരും വണ്ടിയിലായിരുന്നു പോകുന്നത്. അവിടെ നിന്ന് നടന്നു പോകുന്നവരാരും പക്ഷെ നമ്മൾ കണ്ടില്ല. വെൽക്കം ടു മുണ്ടാപ്പാട് ബീച്ച്. അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് എൻട്രി ആവാം. ഇവിടെ പാർക്കിംഗ് സംവിധാനം, അവിടെ കരിക്കും വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സംവിധാനം മരങ്ങൾ വെച്ചാണ് എല്ലാം പൊതിഞ്ഞു വീണ മരങ്ങൾ. അപ്പോൾ നല്ല രസമുള്ള ബീച്ചാണ്. അവിടെ ഒരു ഹട്ട് മാതിരി ഒരു സംഭവം, ജസ്റ്റ് റെസ്റ്റിന് വേണ്ടി. ഇതാണ് ബീച്ച്. ആൾക്കാരൊക്കെ കാണാം. നമുക്കിവിടെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇരിക്കാനോ ഫുഡ് കഴിക്കാനോ. അപ്പോൾ ഇവിടെ ഇതെന്താണെന്ന് അവൻ അറിയില്ല, എനിക്കും അറിയില്ല. നിർഭയ ഇതെന്തായിരിക്കും എന്നൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും? അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ബ്രിഡ്ജ്. ജസ്റ്റ് ഒരു ചെറിയ ബ്രിഡ്ജ് മാതിരിയാണ്. അതായത് ഇത് പോകുമ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് വന്നിട്ട് സ്വീറ്റ് വാട്ടറാണ്, ഇത് വന്നിട്ട് സോൾട്ട് ഉണ്ടായിരുന്നു. അത് സോൾട്ട് വാട്ടർ. ആ നടുക്കുള്ള ജോയിനിങ് ആണ് ജസ്റ്റ് കണ്ടോ. അതായത് മരങ്ങൾ വീണ് കിടക്കുന്നതാണ്. അതിൽ വിലയൊക്കെ പോയി കിടക്കുന്നതാണ്. ചിലത് വന്നിട്ട് സുനാമിയിൽ വീണതുമാണ്. ഇതിൽ കൂടുതൽ സുനാമിയിൽ അടിച്ചു പോകും. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഒത്തിരി മരങ്ങൾ ഇവിടെല്ലാം കാണാൻ കിട്ടും. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. കാരണമായിട്ട് ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുക. ആകെ ഒരു ഊഞ്ഞാല്. തൊപ്പി പറന്നു പോയി ഗായ്സ്.
സമയം 1 മണി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. അരമണിക്കൂർ നടക്കണം. ഇങ്ങനെയൊക്കെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇനി നടന്നു പോകണം. പിന്നെ കൂടുതൽ നേരം നിന്നില്ല. അതായത് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ബെസ്റ്റ് പ്ലേസാണ്.